നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഒഴൂർ അയ്യായൽ മുസ്ലിം ലീഗ് ഓഫീസിന് തീയിട്ടു. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. താനൂർ പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. വെട്ടമേമണ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി. രുക്മിണിയും താലപ്പൊലിയും വാദ്യമേളങ്ങളും ഘോഷയാത്രയെ ആകർഷകമാക്കി. പഞ്ചായത്ത് രൂപീകരണം മുതൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ വെട്ടപഞ്ചായത്തിലെ കാനൂരിൽ ആദ്യമായി പച്ചക്കൊടി പാറിച്ചതിന്റെ ആഘോഷം ഗംഭീരമായി നടന്നു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ LDF വിജയാഘോഷം സംഘടിപ്പിച്ചു. വെട്ടപഞ്ചായത്ത് വാർഡ് 7-ൽ C സമതിന്റെ വിജയാഘോഷമാണ് പ്രവർത്തകർ ആഘോഷിച്ചത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ CPI തിരൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. കേരള നല്ല ജീവന പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന സൈക്കിൾ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജനുവരി 4 ഞായറാഴ്ച നടക്കും. തിരൂർ മുതൽ ഗുരുവായൂർ വരെയാണ് സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുന്നത്. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് കല്ലിങ്ങൽ 138 നമ്പർ അങ്കണവാടിയിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടി. ഭക്ഷ്യധാന്യങ്ങളും വിദ്യാർത്ഥികളുടെ കളി ഉപകരണങ്ങളും നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സംഭവം. കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തുവക്കാട് വാരണാക്കര മൂലേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയെ ക്ഷേത്രകുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം പറവൂർ സ്വദേശി മനപ്പറമ്പിൽ ശരത്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 6:30 ക്ഷേത്രകുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ കേസ് അന്വേഷണ മികവിൽ മികച്ച നേട്ടവുമായി തിരൂർ പോലീസ്. ജില്ലയിലെ മികച്ച കേസ് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് തിരൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും അഭിനന്ദന പത്രം ലഭിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും ഉയർന്ന ഗവേഷണ സ്ഥാപനം കൂടിയായ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ഡയറ്റിന്റെ പ്രിൻസിപ്പലായി ഡോക്ടർ KP രാജേഷ് ചുമതലയേറ്റു. മലപ്പുറം ഡയറ്റിലെ DLED 4ാം സെമസ്റ്റർ അധ്യാപക വിദ്യാർത്ഥികളുടെ വിദ്യാലയ അനുഭവ പരിപാടികളുടെ ഭാഗമായി പ്രധാന അധ്യാപകർക്കും മെന്റർമാർക്കുമുള്ള ശില്പശാല തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ലെക്ചർ നിഷ പന്താവൂർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. അറബി ഭാഷയുടെ സവിശേഷതയും പ്രാധാന്യവും അറിയിച്ചുകൊണ്ട് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. പറവണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ അറബി ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണ പരിപാടിയിൽ ചിത്രരചന, കളറിംഗ്, ബാഡ്ജ് നിർമ്മാണം, അറബി സാഹിത്യ പരിചയം എന്നിവ നടന്നു. ഇതോടെ ഈ വാർത്തകളിലും പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.